നമസ്കാരം. തല്ലെല്ലാം ചെണ്ടയ്ക്ക് കൂലി മാരാർക്ക്, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതായത് മാരാര് പാവം ചെണ്ടയെ കൊട്ടി വേദനിപ്പിച്ചുകൊണ്ടിരിക്കും, പക്ഷെ കാശൊക്കെ കിട്ടുന്നത്, പേരൊക്കെ കിട്ടുന്നത് മാരാർക്കുമെന്നർത്ഥം. വാസ്തവത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രസ്താവനകളും പരസ്യങ്ങളും കാണുമ്പോൾ ഇത് വളരെ അർത്ഥവത്തായി തോന്നും. കാരണം കേന്ദ്ര സർക്കാർ പണമൊഴുക്കുന്നു, കേന്ദ്രത്തിന്റെ പല പദ്ധതികളും എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്നത് പോലെ ഇവിടെയും നടപ്പിലാക്കുന്നു. പലതിൻ്റെയും ഫണ്ട് 70 മുതൽ 85% വരെ കേന്ദ്ര സർക്കാരിൻ്റെയാണ്. ചിലതൊക്കെ കേന്ദ്രത്തിൻ്റെത് മാത്രമാണ്. 50% മിക്കതിനും ഫണ്ടുണ്ട്. പക്ഷെ സംസ്ഥാന സർക്കാർ പരസ്യം ചെയ്ത് മുടിപ്പിക്കുമ്പോൾ ഇതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാകുന്നു. ഒന്നിനും കേന്ദ്രത്തിന്റെ പങ്കില്ല. പറയുന്നത് കേട്ടാൽ പിണറായി വിജയൻ കണ്ടുപിടിച്ചതാണ് ഇതെല്ലാം എന്ന് വരും. അതായത് സംസ്ഥാനങ്ങളെ അടിസ്ഥാന സൗകര്യങ്ങൾ വളർത്തിയെടുത്ത് മുൻപോട്ട് കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാരിന്റെ ചുമതലയുടെ ഭാഗമായി അവർ കൊടുക്കുന്ന പണത്തിന്റെ കാര്യം പോലും മിണ്ടില്ല. അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി കിഫ്ബിയുടെ സഹായം എന്ന വ്യാജ അഭിപ്രായവും പറയും. കിഫ്ബി എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് സമ്പ്രദായമാണ്. അതായത് ഓഡിറ്റിങ്ങിനെ ഭയപ്പെടുന്ന ഒരു സമ്പ്രദായം. കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി ഫിഷിംഗ് ഹാർബറുമായി ബന്ധപ്പെട്ട അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ പദ്ധതി. പക്ഷേ കേന്ദ്ര സർക്കാർ മന്ത്രി മുരളീധരനെ കൂടി ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞു. പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ കേന്ദ്ര മന്ത്രിമാരെല്ലാം പിന്മാറി. പിണറായി വിജയൻ തന്നെ ഉദ്ഘാടനം നടത്തി. എന്താണ് അവർ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞത്? കേന്ദ്രത്തിന്റെ ഫണ്ടിങ്ങോട് കൂടി നടക്കുന്നതാണ്. അതും സംസ്ഥാന സർക്കാരിന്റെ ഗമബുക്കിൽ എഴുതി ചേർത്തിരിക്കുക. ഇവിടെ നടക്കുന്ന ക്ഷേമ പെൻഷനുകൾ, വിധവ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, അംഗപരിമിത ഭിന്നശേഷിക്കാരുടെ പെൻഷൻ, ഇതെല്ലാം കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ്. ഇതെല്ലാം പേര് മാറ്റി കുറച്ച് പൈസ ഇട്ടിട്ട് അവർ 1000 രൂപ തന്നാൽ ഒരു 200 രൂപ ഇങ്ങോട്ട് ഇട്ടിട്ട് സംസ്ഥാന സർക്കാരിന്റെ മഹത്തായ സേവനമാക്കി വരുത്തി തീർത്തി കൊടുത്ത് പരസ്യം ചെയ്യുകയാണ്. 4 കൊല്ലമായി ഈ നാട് ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ മര്യാദയ്ക്കൊരു പദ്ധതി തുടങ്ങി പൂർത്തിയാക്കിയിട്ടില്ല. അല്ലെങ്കിൽ പറയൂ, പിണറായി വിജയന്റെ കാലത്ത് ഇവിടെ തൊഴിൽ കൂട്ടുന്ന തരത്തിൽ അല്ലെങ്കിൽ ഉൽപാദനം കൂട്ടുന്ന തരത്തിൽ ഇവിടെ എന്താണ് തുടങ്ങിയത്? ആകെ കുറച്ച് ക്ഷേമ പദ്ധതികളുടെ കണക്ക് പറയുന്നുണ്ട്. ക്ഷേമ പെൻഷൻ, അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന വിദ്യാഭ്യാസം, ശരി, ഇതൊക്കെ കേന്ദ്ര സഹായത്തോടെ ചെയ്യുന്നതാണ്. കേന്ദ്ര സഹായത്തോടെ ചെയ്യേണ്ട പണി നോർമൽ ഏത് ക്ലർക്കിനും ചെയ്യാവുന്ന പണി. അത് കാര്യക്ഷമമായി നടത്തുകയാണെങ്കിൽ ഭംഗിയായി നടക്കാവുന്ന പരിപാടി അത് കാര്യക്ഷമത ഇല്ലാതെ നടത്തുന്നതുകൊണ്ട് തട്ടിപ്പ് നടക്കുന്നു. ഉദാഹരണത്തിന് ഓണക്കിറ്റ് വിതരണം ചെയ്തു, പായസം, പരിപ്പ്, അരിയൊക്കെ, അതിൽ തട്ടിപ്പായിരുന്നു. അതായത് കേന്ദ്രത്തിന്റെ ഫണ്ടോടുകൂടി ഇപ്പൊ കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ കുറെ പണം അനുവദിച്ചു. അതിൽ നിന്ന് വാങ്ങിയാണ് ഈ പാക്കറ്റുകൾ കൊടുത്തത്. അതിൽ അടിച്ചു മാറ്റി. എന്റെ ചോദ്യം, ഇപ്പോൾ ഇവർ ഈ നാട് നീളെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. എന്താണ് ഉദ്ഘാടനം? പദ്ധതികളുടെ തുടക്കം, പ്രോജക്റ്റ് പോലും ഇല്ലാതാണ്. വയനാട്ടിലെ ടണൽ അടക്കമുള്ളവ ചുമ്മാ ഉദ്ഘാടനം. ചങ്ങനാശ്ശേരി ആലപ്പുഴ ഹൈവേ പദ്ധതി ഉദ്ഘാടനം. എവിടുന്ന കാശ്? ഒന്നുമില്ല. എല്ലാം പറയുമ്പോൾ കിഫ്ബി എന്ന് പറയും, എളുപ്പമാണല്ലോ. കിഫ്ബിയിൽ എവിടുന്ന കാശ്? അങ്ങനെ അതിൻ്റെ ഒന്നുമില്ല. എന്നിട്ട് പറയാം കിഫ്ബി 10,000 കോടി 20,000. കിഫ്ബിയിലുണ്ടോ? ഒന്നുമില്ല. ഇത് തട്ടിക്കൂട്ട്. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പത്രങ്ങളിൽ പരസ്യം കൊടുത്ത്, പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ കൊടുക്കുന്ന പരസ്യവും വാർത്തയും കൊടുക്കും, കാരണം അവർക്ക് കാശ് കിട്ടും. ഇതുപോലൊരു തട്ടിപ്പ് സർക്കാർ ഉണ്ടായിട്ടില്ല. ഞാൻ കുറെ പദ്ധതികളുടെ പേര് പറയാം ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, സർവശിക്ഷാ അഭിയാന്റെ അകത്ത് ഉൾപ്പെടുത്തിയാണ് സ്കൂളുകളിലെ സൗകര്യമൊരുക്കിയിട്ട് കേരള സർക്കാർ ഭയങ്കര രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സ്കൂളാക്കി എന്നൊക്കെ പറയുന്നത്. അത് നുണയാണ്. പക്ഷെ അത് സാങ്കേതികമായി നേടിയെടുത്തത് പോലും കേന്ദ്രത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായാണ്, പണ്ട് മുതലേ ഉള്ള പദ്ധതിയുടെ ഭാഗമായി. കഴിഞ്ഞ ദിവസം പത്രത്തിൽ പരസ്യം കണ്ടത് ഒരു ജലജീവൻ പദ്ധതി. സംസ്ഥാനത്ത് മുഴുവൻ ഏതാണ്ട് 46.95 ലക്ഷം ഗ്രാമീണ വീടുകളിൽ കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്നു. ഭയങ്കര പദ്ധതി. ഇത് എന്നതാ? കേന്ദ്ര സർക്കാരിന്റെ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള പദ്ധതിയാണ്. മുഴുവൻ ഫണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. നടത്തിപ്പ് മാത്രമാണ് സംസ്ഥാനത്തിന്റെ ചുമതല. പക്ഷെ പരസ്യം ചെയ്തപ്പോഴോ കേരളത്തിലെ 19 ലക്ഷം പേർക്ക് കുടിവെള്ളം കൊടുക്കുന്ന സർക്കാരായി. ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിക്കുന്നത് ലൈഫ് മിഷനാണ്. കൈയിട്ട് വാരലിലൂടെയാണ് അത് പ്രശസ്തമായതെങ്കിലും വീടില്ലാത്തവർക്കെല്ലാം ഞങ്ങൾ വീട് കൊടുക്കും, ഇനി ഭൂമിയില്ലാത്തത് കൊണ്ടാണ് വീടില്ലാത്തത്, നിങ്ങൾ ഭൂമി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്നുണ്ട്. ഈ കേരളത്തിൽ പദ്ധതി 17,000 പേർക്കാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഒരു കേന്ദ്ര പദ്ധതിയിൽ നിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റിക്കൊണ്ട് മറ്റു പല പദ്ധതികളും, കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും, അതിന്റെ കൂട്ടത്തിൽ കേരളത്തിലെ EMS ഭവന നിർമ്മാണ പദ്ധതി എന്നൊരു ചെറിയ ഫണ്ടോടെ കൊടുത്തുള്ള തട്ടിക്കൂട്ടാണിത്. രസം എന്താണെന്ന് വെച്ചാൽ ബംഗാളും ബീഹാറും UP അടക്കമുള്ളവർ കേന്ദ്ര ഫണ്ടോടുകൂടി, കേന്ദ്ര സഹായത്തോടുകൂടി ഇതിൽ ലക്ഷക്കണക്കിന് വീടുകൾ പണിത് കഴിഞ്ഞു. കേരളം 17,000 വീടാണ് നിർമ്മിച്ചത്.
എന്നാൽ ബംഗാൾ, ഓർക്കണം, കേന്ദ്ര പദ്ധതിയോടുകൂടി ബംഗാളിൽ 18 ലക്ഷം വീട്, മധ്യപ്രദേശിൽ 17 ലക്ഷം വീട്, ഉത്തർപ്രദേശിൽ 14 ലക്ഷം വീട്, ബീഹാറിൽ 12 ലക്ഷം വീട്. ഇങ്ങനെയെല്ലാം കേന്ദ്രത്തിന്റെ പദ്ധതിയോടുകൂടി, ആ പദ്ധതിയുടെ പേരെന്താ? പ്രധാനമന്ത്രി ആവാസ് യോജന. ഈ പദ്ധതിയിൽ കിട്ടുന്ന വിഹിതത്തിൽ നമ്മൾ 17,000 വീടേ വെച്ചിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? മറ്റു കുറെ പദ്ധതികളുണ്ട്. ബേസിക് സർവീസ് ഫോർ അർബൻ പുവർ, സംയോജിത പാർപ്പിട ചേരി വികസന പദ്ധതി, ദേശീയ ആവാസ് യോജന, രാജീവ് ഗാന്ധി ആവാസ് യോജന, ഇങ്ങനെ കുറെ പദ്ധതികളുണ്ട്. ഇതെല്ലാം കൂടെ കൂടി ഇതിന്റെ എല്ലാം കൂടെ വിഹിതമെടുത്ത് ചെറിയൊരു വിഹിതം സംസ്ഥാന സർക്കാർ ഇട്ടിട്ട് 2 ലക്ഷം രൂപ മറ്റാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയെ കിട്ടുന്നത്. ബാക്കി എല്ലാ പദ്ധതി ഇച്ചിരിച്ച് ഇട്ടിട്ട് ഒരു 50,000 രൂപ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗം കൂടി ഇട്ടിട്ട് ലൈഫ് മിഷൻ എന്ന് പേരിട്ടിട്ട് ഒരൊറ്റ നടത്തിപ്പാ. അപ്പൊ മുഴുവൻ എന്നതാ? സ്വപ്നയ്ക്ക് കുറച്ച് കൊടുക്കാം, മറ്റേ യൂണിടാക്കിന് എല്ലാ തട്ടിപ്പും വെട്ടിപ്പും നടക്കുകയും ചെയ്യും, പേരും കിട്ടും. ഞാൻ പറയുന്നത് വെറും 17,000 വീട് നിർമ്മിച്ചതിന് ബഹളം വെക്കുവാണ്. ഈ 17,000 വീട് സംസ്ഥാന സർക്കാരിന്റെ അല്ല, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ മാത്രം ഉൾപ്പെടുത്തി നമ്മുടെ തൊട്ടയിൽ വക്കത്ത് കിടക്കുന്ന തമിഴ്നാട് 2 ലക്ഷം വീട് നിർമ്മിച്ചു. കണക്കേ അറിയത്തില്ല. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു വലിയ തട്ടിപ്പാണ് ആർദ്രം മിഷൻ. അയ്യോ, സംസ്ഥാന സർക്കാർ ആർദ്രം മിഷൻ വഴി രോഗി സൗഹൃദ സംവിധാനം ഉണ്ടാക്കുന്നു, ആശുപത്രികൾ വർദ്ധിപ്പിക്കുന്നു. ഇതെന്താണെന്നറിയാമോ? ദേശീയ ഗ്രാമീൺ ആരോഗ്യ മിഷന്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ഇത്തരത്തിലുള്ള കേന്ദ്രത്തിന്റെ പല പദ്ധതികളും പേര് മാറ്റി അവിടുന്ന് കാശ് മേടിച്ചിട്ട് ഇവിടെ പേരെടുക്കുക. ഈ കാസർഗോഡ് മെഡിക്കൽ കോളേജിനും കോന്നി മെഡിക്കൽ കോളേജും ഈ അടുത്ത കാലത്ത് വലിയ നേട്ടമായി. കോന്നിയൊക്കെ തട്ടിപ്പാന്ന് പറഞ്ഞാണ് ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 1000 കോടി രൂപയിലധികം ഈ 2 മെഡിക്കൽ കോളേജുകൾക്കും കിട്ടിയത് നബാർഡ, കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണ്. മാത്രമല്ല, കേന്ദ്രത്തിന്റെ ഈ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും വർഷം 100 കോടി രൂപ വീതം കിട്ടുന്നുണ്ട്. 100 അതിലധികവുമായി കിട്ടുന്നുണ്ട്. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഇതെല്ലാം ഞങ്ങളുടെയാന്ന് പറയുക. ദേശീയ ജലപാത, കൊച്ചി മെട്രോ, ഇവിടെ നടക്കുന്ന എല്ലാ പദ്ധതിക്കും കേന്ദ്ര സഹായമുണ്ട്. കേന്ദ്രം നൽകുന്ന പണം പക്ഷേ നമ്മൾ അറിയത്തില്ല എന്ന് മാത്രം. എന്തിനേറെ ഈ അണ്ടിപ്പരിപ്പുണങ്ങുന്ന തലമുണ്ടാക്കുന്നു, ഗോഡൌൺ, ഇങ്ങനത്തെ. അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മേഖലയിലും പദ്ധതികൾ ഉണ്ടാക്കി അതിനൊക്കെ ചില പേരുകൾ ഇട്ടിട്ട് നമ്മൾ കൃത്യമായ പ്രോജക്റ്റ് കൊടുത്ത കാശ് തരും. നല്ല പ്രോജക്റ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് കാശ് കിട്ടാത്തത്. കിട്ടിയാൽ മാത്രം പോരാ, ഈ കിട്ടുന്ന സാധനം ഉപയോഗിച്ചിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, യൂട്ടിലിറ്റീസ്, അതും ചെയ്യാത്തതുകൊണ്ടാണ് പലതും മുടങ്ങിപ്പോകുന്നത്. കിട്ടുന്ന പണം ഉപയോഗിക്കാതെ ലാപ്സ് ആവുകയാണ്. അതായത് ഞാനിതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്കറിയാലോ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ, ഇതെല്ലാം കേന്ദ്രത്തിന്റെ ഫണ്ടിൽ നിന്ന് വരുന്നതാണ്. കേന്ദ്രം കൊടുക്കുന്ന കാശ് അവർക്ക് ഇത് യൂട്ടിലിറ്റി ചെയ്ത് കൊടുക്കുക എന്നുള്ള പണിയുള്ളൂ. അത് നന്നായി ചെയ്താൽ ആർക്കും ചെയ്യാം. ഇവിടെ എൻ്റെ ചോദ്യം, ഈ 4 കൊല്ലം പിണറായി വിജയനും സർക്കാർ അദ്ദേഹത്തിന്റെ മന്ത്രിമാരും ഭരിച്ചിട്ട് ഈ ഖജനാവിലേക്ക് എന്ത് കാശ് കൂടുതലുണ്ട്? കുറച്ച് നികുതിയും അത് ഇതൊക്കെ വഴി നിർത്തി ആളുകളെ ട്രാഫിക് ഫൈൻ അടിച്ച് പൈസ കൊണ്ടുവന്നല്ലാതെ ഏതെങ്കിലും വ്യവസായം വഴി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യുൽപാദനപരമായ പരിപാടി എത്ര രൂപ ഖജനാവിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരെ പറ്റിച്ച് കുറെ കാശ് അടിച്ചു മാറ്റി. ഊരാളുങ്കൽ സൊസൈറ്റി കുറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഖജനാവ് കാര്യമായി ഒന്നുമില്ല. ഒരു നിർമ്മാണ പ്രവർത്തനം അവസാനമായപ്പോൾ ഉദ്ഘാടനം. ഇതുപോലെ കഴിവ് കെട്ട ഒരു സർക്കാർ, ഒന്നും ചെയ്യാത്തൊരു സർക്കാർ, കേന്ദ്രത്തിന്റെ പദ്ധതി വെച്ചിട്ട് കയ്യടി നേടി ഖജനാവിൽ നിന്ന് കാശ് മുടക്കി പരസ്യം കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കുന്ന സർക്കാർ.